ശ്രീമതി ശശികല, ചാലിശ്ശേരി തങ്ങളുടെ നേതൃത്വത്തിൽ 2 മണിക്കൂർ നേരം റത്തീബാണെന്ന് തോന്നുന്നു, ആരിഫ് ഹുസൈൻ അല്ലേ? ആരിഫ് ഹുസൈൻ, റാത്തീബ്, യെസ്, അതാണ് നടന്നത്. മേഡം, ഇത് മേഡത്തിൻ്റെ അറിവോട് തന്നെയാണോ ഇത് അവിടെ നടത്തിയത്, 2 മണിക്കൂർ പ്രാർത്ഥന? അല്ല, ഏതായാലും പറഞ്ഞല്ലോ CPM LDF ആണ് അവിടെ ഭരിക്കുന്നതെന്ന്. തന്നെയല്ല, ഒരു കാരണവശാലും ഒരു പൊതുസ്ഥാപനത്തിൽ ഇങ്ങനെ ഒരു ചടങ്ങിനൊന്നും ഒരിക്കലും ഈ ഭരണസമിതി അറിഞ്ഞുകൊണ്ട് ചെയ്യത്തില്ല. ഞങ്ങൾ അറിഞ്ഞിട്ടുമില്ല. മേഡം, അറിയാതെ എങ്ങനെയാണ് ഈ 2 മണിക്കൂർ ഇസ്ലാം മത പണ്ഡിതരുടെ നേതൃത്വത്തിൽ ഈ പ്രാർത്ഥന നടന്നത്? അപ്പോൾ അതിനെ ആരാണ് മുൻകൈ എടുത്തത്? അതിനെക്കുറിച്ചൊന്നും എനിക്കൊന്നും അറിയില്ല. ഞങ്ങൾക്ക് 3 മണിക്ക് ഞങ്ങളുടെ ബഹുമാനപ്പെട്ട ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയൻ അവർകളാണ് ഉദ്ഘാടനം, MLA അധ്യക്ഷത വഹിക്കുന്നത്. ആ യോഗത്തിൽ ഞാൻ 2 മണിയാകുമ്പോൾ അവിടെ ചെന്നു. 2 മണിക്ക് 2 മണി തൊട്ട് വേറെ ഒന്നും അവിടെ ഒരു പ്രാർത്ഥനയോ ഒന്നും നടന്നതായിട്ട് എനിക്ക് അറിവുമില്ല. അങ്ങനെ ഒരു അറിവും നമുക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. പിന്നെ നമ്മുടെ ഉദ്ഘാടനങ്ങളെല്ലാം കഴിഞ്ഞു. അവസാനം ഒരു വൈകുന്നേരത്തോടു കൂടിയാണ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു വാർത്ത പ്രചരിക്കുകയും ആ വാർത്ത ഒരാൾ എനിക്ക് ഇട്ട് തരികയും ചെയ്തു. അങ്ങനെയാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ ഇന്നലെ ഞായറാഴ്ചയായിരുന്നു, ഇന്ന് രാവിലെ തന്നെ വന്ന് സെക്രട്ടറിക്ക് അതുമേൽ എല്ലാ നിയമ നടപടികളും സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഉത്തരവ് കൊടുത്തു. അപ്പോൾ അതിൻ്റെ മേൽ എന്തെങ്കിലും നടപടി ആയിട്ടുണ്ടോ? നടപടി കത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് പരാതി കൊടുത്തു. ഇത് കേസെടുക്കാനുള്ള കത്ത് സെക്രട്ടറി കൊടുത്തിട്ടുണ്ട്. സെക്രട്ടറി ആണെങ്കിൽ ഈ വസ്തുവിന്റെ കെട്ടിടത്തിന്റെ ഉടമ. അപ്പൊ സെക്രട്ടറി അറിയാതെ ഇതിനകത്തേക്ക് കയറി പറ്റിയത് എങ്ങനെയാണ്? അതൊരു പൊതുസ്ഥാപനമല്ലേ, ഉദ്ഘാടനത്തിന് വേണ്ടി അവിടെ വൃത്തിയാക്കാനും ഒക്കെ ആയിട്ട് നമ്മൾ തുറന്നിട്ട് അവിടെ ബലൂൺ കെട്ട്, അതിന്റെ ഒരു ഉദ്ഘാടനത്തിന്റെ ഒരു മോടി ഉണ്ടല്ലോ, ആ മോടി പിടിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ തുറന്നിടുമല്ലോ. അത് രാവിലെ തൊട്ട് തന്നെ അവിടെ അതിനു വേണ്ടിയുള്ള ചടങ്ങ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നത് നമ്മുടെ അവിടുത്തെ ആളുകളൊക്കെ കൂടെ തന്നെ, അവിടുത്തെ പ്രദേശവാസികളടക്കം അതിനകത്ത് പങ്കെടുത്തിട്ടുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് എപ്പോഴാണ് ഇത് സംഭവിച്ചത്, ഇവിടെ ഇങ്ങനെ ഒരു ഈ പറയുന്ന രീതിയിലുള്ള ഒരു പ്രാർത്ഥന നടന്നതായിട്ട് എനിക്ക് അറിയില്ല, ഞാൻ കണ്ടതുമില്ല. പക്ഷെ സോഷ്യൽ മീഡിയ വഴി കണ്ടപ്പോഴാണ് അതുമേലുള്ള ഞാൻ പോലും അറിയുന്നത്. കാരണം അത് അദ്ദേഹം കുറച്ച് ആളുകളൂടെ കയറി ഉദ്ഘാടനം ചെയ്തതായിട്ടാണ് വാർത്ത വന്നിട്ടുള്ളത്. ഇത് മുസ്ലിം ലീഗ് കൗൺസിലർ ഉള്ള സ്ഥലത്താണോ ഇത് അനുവദിച്ചിരിക്കുന്നത്, ഈ വെൽനസ് സെന്റർ? ഇനിയിപ്പോൾ അദ്ദേഹം ക്ഷണിച്ചു വരുത്തിയതാണോ ഇവരെ? അതും അറിയില്ല. കാരണം ഇവിടെ നമുക്ക് NHM CH സെൻട്രൽ ഗവൺമെന്റിന്റെ ഗ്രാന്റ് ആണ്. അത് വെച്ച് 3 വെൽനസ് സെന്റർ ആണ് തുടങ്ങാൻ ആരംഭിച്ചത്. അതിനകത്ത് 2 ഉദ്ഘാടനം നേരത്തെ തന്നെ കഴിഞ്ഞിരുന്നു. കാരണം സ്വന്തം കെട്ടിടമുണ്ട്, സ്വന്തം കെട്ടിടത്തിൽ തന്നെ അത് ഈ വെൽനസ് സെന്റർ വെൽനസ് സെന്റർ ആരംഭിക്കണമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പൊ നമുക്ക് ഈ 43-ാം വാർഡിൽ നമുക്ക് നഗരസഭയ്ക്ക് സ്വന്തമായി ഒരു കമ്മ്യൂണിറ്റി ഹാളുണ്ട്. അപ്പൊ ആ കമ്മ്യൂണിറ്റി സെന്റർ ആണ് കൂടുതൽ നമ്മളത് എല്ലാം മോഡിഫൈ ചെയ്ത് നമ്മുടെ ഒരു വെൽനസ് സെന്റർ ആയിട്ട് എടുത്താൽ. മറ്റു 2 1 വർഷത്തിലധികമായി അത് തുടങ്ങിക്കഴിഞ്ഞിട്ട്. ഇത് ഇവിടെ കുറച്ച് മെയിൻ്റെനൻസ് വർക്കുകളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് താമസിച്ചത്. മെയിൻ്റെനൻസ് വർക്കുകളെല്ലാം കഴിഞ്ഞപ്പം തന്നെ നമ്മളത് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഇന്നലെ ആയിരുന്നു ഡേറ്റ്. ഇന്നലെ 2 മണി മുതൽ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം 2 മണിക്ക് ശേഷം അവിടെ യാതൊന്നും നടന്നിട്ടില്ല. എന്തായാലും ആ പ്രാർത്ഥന നടത്തിയത് തെറ്റാണെന്നുള്ള ബോധ്യമുണ്ട്. അത് ഇതൊരു ആരുടെയും കുടുംബസ്വത്തല്ലല്ലോ, ഇതൊരു പൊതു സ്ഥാപനമല്ലേ, ഒരു ആരോഗ്യ കേന്ദ്രമല്ലേ. അവിടെ അങ്ങനെ ആർക്കും കയറി
അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഓക്കെ പിന്നെ ഇത് എങ്ങനെ സംഭവിച്ചു നമുക്കറിയില്ല. പറഞ്ഞോ ഓക്കെ സാർ. ഓക്കെ എന്തായാലും അത് അന്വേഷിക്കാൻ ഉത്തരവിട്ടിട്ടുണ്ട്. അതിന് നഗരസഭാ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഡോക്ടർ ആരിഫ് ഹുസൈൻ. എല്ലാ നിയമ നടപടികളും സ്വീകരിക്കും. യെസ് ഓക്കെ.